ചൂയിങ്കം തിന്നുന്ന ക്യാപ്റ്റനും പിച്ച് കാണാനിറങ്ങുന്ന ഭാവി ക്യാപ്റ്റനും കോച്ചും സെലക്ടർമാരും എല്ലാവരും കൂടെ കൂടി ഇന്ത്യൻ ടീമിനെ കുളിപ്പിച്ച് നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കും. സത്യം എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും അത് ഒരു നാൾ പുറത്ത് തന്നെ വരും. സംതിങ് കാണാപ്പാടം പഠിച്ചു വെച്ചതായിരുന്നു, മറന്നുപോയി. എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ശുഭ്മാൻ ഗിൽ എന്ന ഭാവി ക്യാപ്റ്റൻ, ഭാവിയിലെ ക്യാപ്റ്റനാണേ, അതിനു വേണ്ടിയിട്ട് വേറെ ഒരാളുടെ കഴിവ് നിങ്ങളിങ്ങനെ നശിപ്പിക്കുന്നത് ശരിയാണോ? സഞ്ജുവിന് ഒരു നീതി കിട്ടേണ്ട കളിക്കാരനല്ലേ? ശരിക്കും പറഞ്ഞാൽ ശുഭ്മാൻ ഗില്ലിനേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ശരാശരിയും സ്ട്രൈക്ക് റേറ്റും എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് ഭാവി ക്യാപ്റ്റൻ? ആ സമയത്ത് ഒരാളെ ക്യാപ്റ്റൻ ആക്കേണ്ട സമയത്ത്, അർഹതപ്പെട്ട സമയത്ത് അയാൾ ക്യാപ്റ്റൻ ആയിക്കോളും. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരാളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളുടെ പൃഥ്വി ഷാ എവിടെ പോയി? അതേപോലെ തന്നെ ഉമുക് ചന്ദ്, ഭാവി കോഹ്ലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നല്ലേ, എവിടെ പോയി? നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ ഭാവിയിലോട്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണ്ട. ഭാവിയിൽ അവന് ഭാവിയുണ്ടോ? ഭാവി ക്യാപ്റ്റൻ ആകാനുള്ള യോഗ്യതയുണ്ടോ? യോഗ്യത ഉണ്ടെങ്കിൽ അവൻ ആ സമയത്ത് ക്യാപ്റ്റൻ ആയിക്കോട്ടെ. അതിനു വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ 2020 മറ്റുള്ളവരിൽ ഇട്ട് നിങ്ങൾ ഇങ്ങനെ നശിപ്പിക്കല്ലേ. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യത ഇല്ലാത്തവനെ പരിഗണിച്ച് അവനെ നശിപ്പിക്കും നിങ്ങൾ. ഗില്ലിനെ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമായിട്ട് ഒതുക്കേണ്ട കളിക്കാരനെ 2020 കൂടി ഇട്ടിട്ട് ലാസ്റ്റ് 3 കൂടെ ഇല്ലാത്ത അവസ്ഥയിലോട്ട് ആയിത്തീരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് കേട്ടോ സഞ്ജുവിന്. പ്രാർത്ഥന സഞ്ജുവിനും നമ്മുടെയൊക്കെ ശാപം ഗില്ലിനും ഉണ്ട്. അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? യോഗ്യതയുള്ളവനെ അവന് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. സഞ്ജു എത്ര സെഞ്ചുറിയാണ്? 3 സെഞ്ചുറി അവസരം. നിങ്ങൾ വിചാരിച്ചു. അതുമാത്രമല്ല, അഗാർക്കർ പറഞ്ഞു സഞ്ജുവിന് അവസരം കൊടുത്തത് ഗില്ലിന് പകരക്കാരനായിട്ടെന്ന്. ഒന്നുമല്ല മോനെ, ഒന്നുമല്ല. ഗില്ല് ഫോം ഔട്ട് ആയി കഴിഞ്ഞപ്പോഴാണ്, പരിക്ക് പറ്റി പുറത്തു പോയതല്ല, ഫോം ഔട്ടായി പുറത്തു പോയതിന് ശേഷമാണ് സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുന്നത്. സഞ്ജുവിന് അവസരം കൊടുക്കുന്നത് 2 കളി കളിപ്പിച്ചിട്ട് അവനെ പുറത്തിരുത്താം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണെങ്കിലും നിങ്ങളുടെയൊക്കെ തലക്കെട്ടാണ് അവൻ അടിച്ചത്. ആണി അടിച്ചു വെച്ച പോലെ 2-3 സെഞ്ചുറി അങ്ങ് അടിച്ചപ്പോൾ നിങ്ങളുടെ കഥ കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ അവനെ പരിഗണിക്കാണ്ട് അവനെ മാറ്റി നിർത്താൻ ഒരു ഉളുപ്പും ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാണുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. നിങ്ങൾ എന്നിട്ട് മധ്യനിരയിൽ ഇട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നത്. മധ്യനിരയിൽ ഇട്ടിട്ട് എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ഈ നമ്മുടെ കോച്ച് ഗംഭീർ, ദ്രാവിഡ് കോച്ചായിരുന്നപ്പോൾ ഗംഭീറും മറ്റുള്ളവരും പറഞ്ഞത് സഞ്ജു ഇന്ത്യൻ ടീമിൽ കളിക്കാത്തത് സഞ്ജുവിൻ്റെ പ്രശ്നം. സഞ്ജുവിന് ഒരു നഷ്ടമില്ല, ഇന്ത്യൻ ടീമിനാണ് നഷ്ടം എന്നാണ് അന്ന് ഗംഭീർ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്. എന്നിട്ട് ഗംഭീർ ഇപ്പം കോച്ചായിരുന്നപ്പോഴും ഗംഭീർ അവസരം കൊടുക്കുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. ഗംഭീറിൻ്റെ അല്ല ഇത്, നമ്മുടെ മുഖ്യ സെലക്ടറുടെയും മറ്റു സെലക്ടർമാരുടെയൊക്കെ പ്രശ്നമാണിത്. അവരുടെ കുത്തിത്തിരിപ്പും അവരുടെ പക്ഷപാതപരമായും രാഷ്ട്രീയവും അവർ കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ പോലെയുള്ളവർക്ക് ഇങ്ങനത്തെ ഗതികേട് സംഭവിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിന് അവൻ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസരം കൊടുത്തോളൂ, ഇല്ലയെന്ന് പറയുന്നില്ല. വേറൊരുത്തൻ്റെ അവസരം തട്ടിക്കളഞ്ഞിട്ട് അവനെ കണ്ടില്ല എന്ന് അടിച്ച് അവൻ്റെ കരിയർ നശിപ്പിച്ചിട്ട് വേറൊരുത്തനെ നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. പൊക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എത്ര ചവിട്ടി താത്തി കഴിഞ്ഞാലും അയാൾ ഒരു നാൾ അയാൾ പൊങ്ങി വരും. ഫിനിക്സ് പക്ഷിയെ പോലെ അയാൾ ഉയർത്തെഴുന്നേറ്റ് വരും. അന്നേരം നിങ്ങൾക്ക് അയാളെ മാറ്റി നിർത്താൻ കഴിയില്ല, അത് ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ചൂയിങ്കം ചവയ്ക്കുന്ന ക്യാപ്റ്റൻ്റെ അവസ്ഥ. എന്താണ്? 2022 44 നമ്മുടെ സൂര്യകുമാർ യാദവിൻ്റെ ആവറേജ്. 2022 44 ആവറേജ്. 2023 44 സംതിങ് ആവറേജ് ഉണ്ടായിരുന്ന കളിക്കാരൻ 2024 ആയപ്പം 22 ആവറേജ്. ഈ വർഷം 2025 വെറും 14 ആവറേജ് ഉള്ളത്. ഒരു കളിയിൽ ആവറേജ് 14. എത്ര 2020 ആണ് ഈ വർഷം കളിച്ചത്? എന്നിട്ടും ക്യാപ്റ്റൻ എന്നും പറഞ്ഞു ഒക്കെ ടീമിൽ നിലനിൽക്കുകയാണ്. അപ്പം പറയുകയാണ് സഞ്ജുവിന് കുറേ അവസരം നമ്മൾ കൊടുത്തു. എന്തവസരം കൊടുത്തു? അവന് അർഹതപ്പെട്ട അവസരം നിങ്ങൾ കൊടുത്തിട്ടില്ല, ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. നിങ്ങൾ 1-2 കളിയിൽ അവസരം കൊടുത്തിട്ട് അവനെ മാറ്റി നിർത്തേണ്ട ആളല്ലല്ലോ. അവൻ മോശം കളി കളിച്ചിട്ട് നിങ്ങൾ പുറത്താക്കേണ്ട ആളല്ലല്ലോ അവൻ. ആണോ? നിങ്ങളൊക്കെ മോശം കളി കളിച്ചിട്ട് നിങ്ങൾ ടീമിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. നിങ്ങൾ അങ്ങനെ അവസരം കൊടുത്തു മാറ്റി നിർത്താനാണെങ്കിൽ നിങ്ങൾ തിലക് വർമ്മയ്ക്ക് അവസരം കൊടുത്തിട്ടില്ല, എത്രയോ അവസരം കൊടുത്ത് മാറ്റി നിർത്തത്തില്ലായിരുന്നോ? അവൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നല്ലേ. അതേപോലെ ശിവൻ ദുബേനെ മാറ്റി നിർത്തത്തില്ലായിരുന്നോ?
നിങ്ങൾ ആരോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവസരം കൊടുത്തു. ഒരവസരം കൊടുക്കണ്ട, നിങ്ങളായിട്ട് കൊടുക്കേണ്ട അവസരം, അവന് അർഹതപ്പെട്ട അവസരം അവന് കൊടുത്താൽ മതി. നിങ്ങളായിട്ട് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മോശം പ്രകടനം നിങ്ങൾക്ക് തന്നെ ഒന്നും പിന്നെ 2020 നിന്നൊക്കെ ഒന്ന് വിരമിച്ചൂടെ? ഇത്രയും മോശം പ്രകടനം നടത്തിയിട്ടും ടീമിൽ ഇങ്ങനെ കളിച്ചു തൂങ്ങി ചോദിക്കാൻ ചവച്ചു ചിരിച്ച് കളിച്ച് നടക്കാൻ ഒരു ഉളുപ്പുമില്ലേ നിങ്ങൾക്കൊന്നും? എന്നിട്ട് മറ്റവനെ സപ്പോർട്ട്, കാരണം മറ്റവനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഭാവി ക്യാപ്റ്റൻ അല്ലേ. അത് മാത്രമല്ല താനും ഫോം ഔട്ടാണ്. അപ്പൊ രണ്ടുപേരും കൂടെ എങ്ങനെന്താക്ക്, രണ്ടുപേരെയും ടീമിന് പുറത്താക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് വരെ അർഹതപ്പെട്ട ആളെ, യോഗ്യതയുള്ള ആളെ ഒരു ക്യാപ്റ്റനും ആക്കുക. ഓപ്പണറും ആക്കി, സഞ്ജുവിനെയും നമ്മുടെ ശർമ്മേനെയും കൂടെ ഓപ്പണറും ആക്കി. അങ്ങനെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. സഞ്ജുവിന് എല്ലാവിധ പിന്നെ പ്രാർത്ഥനയും എല്ലാം ലഭിക്കും, നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഗില്ല് ഇനി അടുത്തുള്ള എല്ലാ കളികളിലും ഡെക്കായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അയയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.